അവനെന്തായാലും നല്ല പഴക്കമുണ്ട്. ഇതിനി ഇവിടുത്തെ അമ്മയുടെ ആരായിട്ട് വരുമെന്ന്. ഇവിടെ ഉള്ള പുരാവസ്തുക്കളെല്ലാം അമ്മയുടെ വേണ്ടപ്പെട്ടവരാണ്. മുത്തശ്ശനും മുത്തശ്ശിയും. ആ ഇവിടെ നിന്നായിരുന്നാ? ഇത് ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം. പൊടി സൂക്ഷിച്ച് സൂക്ഷിച്ച്. കളിച്ച കളിയല്ലത്. എന്തോടി കാര്യം പറയേ? അയ്യോ എന്താ കാര്യം പറ. നീ ടെൻഷൻ അടിപ്പിക്കരുത് തന്നെ. നമുക്ക് അടിച്ചാ 45,000 രൂപ. ഓ എന്റെ കർത്താവേ, ഞാൻ ഇന്നലെയും കൂടി പ്രാർത്ഥിച്ചതേ ഉള്ളുവായിരുന്നു രാവിലെ പൈസക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരണേന്ന്. എത്ര നാൾ ചവിട്ടി ഉണ്ടാക്കിയത് എന്റെ ദൈവമേ. സമാധാനമായി. ഇനി ആ സുരേന്ദ്ര മുതലാളിയുടെ മുമ്പിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് എന്നാ വിടുക എന്റെ മുതലും പലിശ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്തസ്സായിട്ടൊന്ന് നടുനിർത്തി നടക്കണം. നിങ്ങൾ അങ്ങനെ നടുന്നു നിർത്തണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂല്ലോ ചിന്ത. അന്ന് കനകം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓ അപ്പൊ ഇനി ഇത് നീ കനകന് കൊണ്ട് കൊടുക്കാനാണ്? അവനൊന്നുമല്ല കനകന്റെ കൊണ്ട് കൊടുക്കാൻ. അവനന്ന് മാല വഴി കിടന്ന് കിട്ടിയപ്പോഴത്തേനും എടാ ഒന്ന് ഇട്ട് നോക്കട്ടെന്ന് പറഞ്ഞപ്പോ അവൻ എന്താ എന്നോട് പറഞ്ഞത്? നിന്നെ പോലെ ജോലിയും കൂലിയും ഇല്ലാത്ത ഭർത്താക്കന്മാരുടെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇടാനുള്ള അർഹതയില്ല. ഇതിപ്പോ അവൻ എന്തേലും അപ്പുറത്തെ ഇതിൽ പറഞ്ഞതിനൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ. അത് കളയും. അല്ല അല്ല ഒരു രക്ഷയില്ല. ഞാൻ ഈ പൈസക്ക് ഒരു മാല മേടിക്കും. എന്ത്? ഒരു മാല മേടിക്കും. സ്വർണ്ണമാല 1.5 പൗണ്ട് ഒരു മാല മേടിക്കും. മാല മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോണു നീ? മാല മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ? തങ്ക തമാശ കളിക്കരുത്. കുറെ കടം കിടപ്പുണ്ട്. ഒന്നാമത് ആ സുരേന്ദ്ര മുതലാളി എന്നെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കണല്ലോ. എപ്പോഴും ശല്യം ചെയ്തോണ്ടിരിക്കുക. ക്ലീറ്റോ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല. ഞാൻ മാല മേടിക്കും. അത് ഇട്ടോണ്ട് എനിക്ക് അവളുടെ മുമ്പിൽ കൂടി ഞെളിഞ്ഞു നടക്കണം. ദയവായിട്ട് വാങ്ങിച്ചോ മാല വാങ്ങിച്ചോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ച അവരെ ഒന്ന് കാണിച്ചതിന് ശേഷം നീ നമുക്ക് പണയം വെച്ചിട്ട് പൈസ മുതലാളിക്ക് കൊടുത്താൽ സെറ്റിൽ ചെയ്യണം. അത് തങ്കന്റെ ഇവിടെ കിടന്ന് ചാവാൻ പോണെന്ന് പറഞ്ഞാലും ആ മാല തരില്ല. നിനക്ക് കെട്ടിയവനേക്കാളും വലുത് മാലയാണല്ലേ? ഇങ്ങനെ തന്നെ വേണോടി, ഇങ്ങനെ തന്നെ വേണം. ഞാനിതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കണം. അല്ലെങ്കിൽ കെട്ടിയവൻ്റെ ഒരു ആവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ക്ലീറ്റോ ഒരു പ്രയോജനമില്ലാത്ത കെട്ടിയമാർക്ക് വേണ്ടിട്ട് എന്തിനെങ്ങനെ നടക്കണം? തന്നെടി ഞാനിപ്പോ നിനക്ക് പ്രയോജനമില്ലാത്ത ആള് തന്നെ. സ്വന്തം തന്ന തള്ളെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്ന് ഭാര്യയെ കുട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്ന് ജീവിക്കണം എൻ്റെ അടുത്ത്. അല്ലെങ്കിൽ എനിക്കൊരു കൂടപ്പറപ്പുണ്ടോ? അതുമില്ല. ഇതൊന്നും ഇല്ലാതെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഓരോ ദിവസവും എൻ്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം, കൊച്ചിന് വേണ്ടി എന്ത് ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് ജീവിക്കണം. എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ കാണിക്കണം നീ തങ്ക. എനിക്ക് സന്തോഷമായി. സന്തോഷമായി. ക്ലീറ്റോ കരഞ്ഞു കാണിച്ച് ഞാൻ അങ്ങ് ഉടനെ വീഴുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ പണ്ടത്തെ തങ്കമല്ല. തങ്കം മരിച്ചു. വേണ്ടടി, നീ മാല കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് കേട്ടാ. ഓ ഇത് കഴുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം അങ്ങ് നിറയും. മാല നീ കൂടെ പുഴുങ്ങി തിന്നടി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അത് കഴുത്തിട്ടുണ്ട് രാവിലെ ഈ ജംഗ്ഷനിൽ കൂടെ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്താ. എന്റെ മാല ഉണ്ടോ കൊള്ളാമോ കാണിച്ചോണ്ട് നടക്കാം ആൾക്കാരെ. ഓടും. നിങ്ങൾക്ക് നഷ്ടമില്ലല്ലോ. നിങ്ങളുടെ സമ്മതം ആരാ ഇപ്പൊ ചോദിച്ചത്? നിങ്ങൾ സമ്മതിച്ചാലും ശരി, സമ്മതിച്ചില്ലെങ്കിൽ ശരി, ഞാൻ മാല മേടിക്കും. നീ മേടിച്ചോ? മാല വാങ്ങിച്ച് നീ എന്താന്ന് വെച്ചാ ചെയ്തോ? കെട്ടിയമാരാ അംഗീകരിക്കാത്ത കുറെ ഭാര്യമാര്. അയ്യോ ഭാര്യനെ കൂടെ അംഗീകരിച്ച് അങ്ങ് മേളിൽ കയറ്റി വെച്ചേക്ക. പിന്നെ ഒരു പ്രയോജനമില്ലാത്ത മനുഷ്യൻ. അല്ലെങ്കിൽ സുരേന്ദ്ര മുതലാളിയുടെ കടം വീട്ടാൻ വന്നിരിക്കണം. ഞാനിപ്പോൾ പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. ബാക്കിയുള്ളവൻ ചവിട്ടി ഇത്രത്തോളൊക്കെ കൊണ്ട് ഉരുട്ടി എത്തിച്ചപ്പോഴേ സുരേന്ദ്ര മുതലാളിയുടെ മുമ്പിൽ പോയി എന്താ നടു നിർത്തി നിൽക്കണോന്നോ? നിങ്ങൾ അത്രയും കുറച്ച് നിർത്തിയാൽ മതി. ഈ ചവിട്ടിയാനും നിന്റെ മാത്രമല്ലല്ലോ, ഞാൻ എത്ര പ്രാവശ്യം തേച്ച് തന്നിട്ടുണ്ട്. അതിനൊക്കെ എന്റെ 50 രൂപ വെച്ച് മേടിക്കണില്ലേ തേക്കണേന്? കണക്ക് പറയടി. ഇങ്ങനെ തന്നെ കണക്ക് പറയടി. ഭർത്താവിന് വേണ്ടിട്ട് 50-100 ചെലവാക്കിയിട്ട് കണക്ക് പറയുന്ന ഒരു ഭാര്യ കേരളത്തിലെ ലോകത്തിലെ ഒരിടത്തും ഉണ്ടാവില്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ ഒരു വിധത്തിലും ചാക്കിലിടാൻ പറ്റൂല. ഞാൻ ഈ പൈസ കിട്ടിയ അന്ന് പോയി ഞാൻ ഇതും കുടിക്കണില്ല. ഇനി ഈ കുടിച്ച വെള്ളത്തിന് നീ കണക്ക് പറയും. എനിക്ക് വേണ്ട ഇവിടെ ഒരു എന്റെ മാലയും വേണ്ട. കഴുത്ത് ആരെങ്കിലും അറുത്തോണ്ട് പോകുന്നത് നോക്കിയോ നീ മാല ഇട്ടോണ്ട് നടക്കുമ്പോ. ഞാൻ സഹിച്ച് ഇങ്ങനത്തെ കഴുത്തില്ലായിരിക്കും മനുഷ്യന്റെ കൂടെ ജീവിതങ്ങളും നല്ലത്. പോടാ അവന്റെ ലൊടുക്ക് ഓട്ടോറിക്ഷ കാണിച്ചു തരാൻ ഞാൻ നിനക്ക്. നിന്റെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറ്റും. പോടാ നോക്കാതെ. വഴിയൊന്നും നന്നാക്കി കൂടെ? അവിടെ വരെ ഓട്ടോറിക്ഷ അവന് കൊണ്ടുവരാൻ ഇങ്ങോട്ട് ഇറക്കി എന്താ കുഴപ്പം? അപ്പൊ ഈ വഴി നന്നാക്കണോന്ന് ഇത്ര നാളായിട്ട് അത് പറ്റി? വഴി നന്നാക്കാൻ നമ്മൾ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലടുത്തതിൽ നമ്മൾ ശരിയാക്കും. തൂമ്പ പിന്നെ അമ്മേ കളിക്കുന്നു. ക്ലീറ്റസിനെ അറിഞ്ഞൂടാ. അമ്മേ ഓട്ടോറിക്ഷയായിട്ട് വന്നേക്കുന്നു. അമ്മ എവിടെ പോയി? അയ്യോ എടി നീ എവിടെ പോയിരുന്നതാ? എന്താ വാങ്ങിക്കാൻ? ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി പോയതാ. എന്തോന്ന് കാണിച്ചിട്ടേ?
മാല മേടിച്ച് എടി മാല വാങ്ങിക്കാൻ പോയതാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു ഇത് ആനപാലിരിക്കുന്ന ഒരു മോതിരം ഉണ്ടാക്കിക്കണം. അതെനിക്കിതാ, ഞാൻ എന്തെങ്കിലും മോതിരം ഉണ്ടാക്കിയിട്ടോളാം. നല്ലതാണമ്മേ. തങ്കത്തിന്റെ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തമ്മ. ഒരു 1.5 പവൻ. 1.5 ഒരു 2.5 പട അല്ലേ? നല്ല മതിപ്പുണ്ട്. എന്താണെന്ന് അറിയില്ലേ? ചെയിനോ സ്വർണ്ണാണോ? എന്താ ഞങ്ങക്ക് സ്വർണം മേടിക്കാൻ മുക്ക് എന്റെ മാല തൊണ്ട നിനക്ക് എന്താ അർഹത? തൊടണ്ട നീ. അല്ല ഇതിന് മാത്രം പൈസ എവിടുന്ന നിങ്ങൾക്ക്? എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ടായിരുന്നു, അത് വന്നു. ഞങ്ങൾ പോയി ഇച്ചിരി സ്വർണവും വാങ്ങിച്ചു, കൊച്ചിനൊരു ഉടുപ്പും വാങ്ങിച്ച്. എന്താ ഞങ്ങളൊന്നും നന്നാവണം നിനക്ക് സഹിക്കണില്ലേ അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ തങ്കം വിചാരിച്ചാലും നടക്കുന്ന്. അന്ന് നീ എന്താ പറഞ്ഞത്? ഒരു മാല കളഞ്ഞു കിട്ടി. ഇപ്പൊ അമ്മ ഇവൻ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? നിന്റെ ഭർത്താവിന് വേലയും കൂലിയും ഇല്ല, നീ ഇതൊന്നിട്ടുണ്ട് നടക്കണ്ട അല്ലേ? ഇപ്പോഴോ? ഇപ്പൊ എനിക്ക് സാധിച്ചില്ലേ? എടി അത് നാട്ടുകാരുടെ മാലല്ലേ? ആരുടെ മാലയാണെങ്കിലും തല മറന്ന് എണ്ണ തേക്കരുത്. അതാ കളഞ്ഞു കിട്ടിയ മാലല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. സ്വർണം വാങ്ങിയതോ കൊള്ളാം, പക്ഷെ എത്ര കാലം കാണുന്നുള്ളതാണ്. എന്താണ് ഒരുമാതിരി ചൊറിയണ വർത്താനം പറയണ? എന്താ നിന്നെ തീറ്റി പോയിട്ട് വളർത്തണുണ്ടല്ലോ അവള്, മതിയല്ലോ ഇതിനാ കൂടുതല്. ഏറി വന്നാ 4 ദിവസം ഉണ്ടാവും അവളുടെ കഴുത്തില്. 5ാമത്തെ ദിവസം അവനെ അത് ഉരുക്കി തൂക്കി വെക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെല്ലാം കൊണ്ടുപോയി പണയം വെക്കുക ചെയ്യും. ചിലപ്പോ ഞാൻ തൂക്കി വിറ്റുന്നിരിക്കും, ചിലപ്പോ പണയം വെച്ചിരിക്കും. അതിനുള്ള അവകാശം എനിക്കുള്ളത് എന്റെ ഭാര്യയുടെ മുതലാണ്. ഇതന്നെ ഞാൻ പറഞ്ഞത്. കണ്ടാ ഒന്നുമില്ല, എന്റെ ക്ലീറ്റോ നിന്റെ സ്വഭാവമുള്ള ആളൊന്നും അല്ല. അങ്ങനെ കഴുത്തേ കിടക്കണ സാധനം കൊണ്ട് വിൽക്കാനൊക്കെ കേട്ടോ. അഥവാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇല്ലെങ്കിൽ നീ നോക്കിക്കോ, ബെറ്റടിക്കണ്ട. നീ ബെറ്റടിക്കണ്ട. നിന്നോട് പറയാൻ ഒരാഴ്ച നീ നോക്കി, ഒരാഴ്ച ഇല്ലെങ്കിൽ 10 ദിവസം, അതിൽ കൂടുതൽ ഈ സാധനം നിന്റെ കഴുത്തിലുണ്ടാവില്ല. ശരി, എന്നാലേ ഞാൻ ഈ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കാണിച്ചു തരാടാ. അമ്മ ഇങ്ങനെ അവന് സൈഡ് നിന്നോ എല്ലാത്തിനും. നീ എന്തിനാണ് ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോയത്? അവക്ക് മനോവിഷമായില്ലേ അത്? അവക്ക് എന്ത് മനോവിഷമം? എന്റെ അമ്മ, ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരികേറ്റുമ്പോ ഒരു 10 ദിവസം അവിടെ കഴുത്തിൽ അത് കിടക്കും. അത് അവിടെ കഴുത്ത് കിടക്കുന്നത് കാണാനുള്ള മോഹം കൊണ്ട് പറഞ്ഞാണ് ഞാൻ. നമ്മൾ മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഇല്ല, ഒരു കൊച്ചു വളർന്നു വരുന്നെന്നുള്ള ഓർമ്മ അവർക്കുണ്ടെങ്കിൽ അവരത് സൂക്ഷിച്ചു വെക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. എന്റെ കർത്താവേ, സത്യം പറയാലോ, ആണുങ്ങളിൽ ഇതുപോലെ അസൂയ പിടിച്ചെടുത്തത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അവന് സഹിക്കണടി. അവൻ എന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ഇനി അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലൂടെ. ക്ലീറ്റോ കേട്ടല്ലോ. ഇനി ഈ മാല ചാകാൻ പോണെന്ന് പറഞ്ഞാൽ ഞാൻ ഊരില്ല എന്റെ കഴുത്തേന്ന്. അതെ, ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്തേക്ക്. ഇപ്പൊ എനിക്ക് അവനോടുള്ള ഒരു വാശിയ. അവൻ എങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കാരണവശാലും നിവർത്തി ഇല്ലെങ്കിൽ പോലും ഇത് കൈകൊണ്ട് ഞാൻ വാങ്ങിക്കൂല, ഇത് പണയം വെക്കാൻ എടുക്കുകയില്ല. നോക്കട്ടെ, നല്ല ഡിസൈൻ ഒന്ന് നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. എന്തിനാ അങ്ങനെ കൈ പിടിച്ചാലേ കാണാൻ പറ്റുള്ളൂ. ഈ അല്പന്മാരുടെ സ്വഭാവം നീ കാണിക്കല്ലേ. ഞാൻ കുറച്ച് ക്ലീറ്റോയെ ആവശ്യത്തിലധികം സ്വർണം കണ്ടിട്ടുണ്ട്. നിനക്കറിയാമോ, എന്റെ 28 കെട്ടിന് എന്നെ സ്വർണം കൊണ്ടങ്ങ് പൊതിഞ്ഞ് എന്നെ കാണാൻ വയ്യാത്ത രീതിയിൽ ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട് പാലായില്. എന്റെ കിരീടം വെച്ച്, പിന്നെ ഇത് വെച്ച്, എന്റെ കണ്ണ് മാത്രം വെളിയിലുണ്ടായിരുന്നടി. സത്യം. അതുകൊണ്ട് എനിക്ക് സ്വർണത്തിനോടുള്ള കൊതിയൊന്നുമില്ല. നീ എന്നെ അങ്ങനെ കണ്ണ് കാണാൻ പാടില്ലാത്തോണ്ടൊന്നും സ്വർണ്ണം ഇടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൊതിയുണ്ട്. ക്ലീറ്റോയ്ക്ക് അറിയോ, ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് എന്റെ മോളെ അന്തസ്സായിട്ട് ഒരുത്തിന്റെ കൂടെ കെട്ടിച്ചു വിടണം. അപ്പൊ മോളുടെ കാര്യം നീ നോക്കിക്കൊള്ളൂ അല്ലേ? അല്ലാതെ പിന്നെ ആരെപ്പോ നോക്കണേ? ഞാൻ തന്നെ നോക്കണ്ടേ? ഇതിട്ടുണ്ടല്ലോ, അവളും കൂടെ വരട്ടെ ചമ്മന്തി. അവളുടെ മുമ്പിൽ കൂടി ഞാൻ 5-6 പ്രാവശ്യം ഒരു കാര്യമില്ല. അവളില്ലാത്തത് നന്നായി, ഇല്ലെങ്കിൽ ആ അസൂയം കൂടെ ഇത് കേൾക്കേണ്ടി വന്നു. എന്തിനു അസൂയപ്പെടട്ടെ ക്ലീറ്റോ? നമ്മളെ കൊണ്ടും പറ്റൂന്നുള്ളത് ഇവരൊക്കെ ഒന്ന് അറിയട്ടെ. അവൻ എന്നെ പറഞ്ഞതേ ഞാൻ പണയം വെച്ച് കളയുന്നു. ഇപ്പൊ കേട്ടപ്പോ നിങ്ങക്ക് വിഷമമുണ്ടല്ലേ? അന്ന് ഞാനേ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ഇതെല്ലാം കേട്ട് വിഷമിച്ച്. കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊള്ളാവോ ക്ലീറ്റോ? നല്ല പൊലിമയുണ്ടല്ലേ? സച്ചിൻ ടെണ്ടുൽക്കറിന് ഇതുപോലെ തരുന്നുണ്ട്. സച്ചിൻ ചെയ്യുന്ന ഇതിന് പറയണേ. അതല്ലേ? അങ്ങനെ പേര് കിട്ടിയാണ്. ഞാൻ പിന്നെ എന്തിട്ടാലും നല്ലതാ. ഞാൻ പ്രശസ്തനാവാത്ത ഒന്നായില്ലേ ക്ലീറ്റോ ചെയിൻ എന്നൊക്കെ പറഞ്ഞ ബോറാവൂല്ലേ? അല്ലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെടി. ഒന്നുമില്ല, അവൻ പറഞ്ഞതെന്നെ മനസ്സിലുണ്ട്. എങ്കിലും എന്തെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ എപ്പോഴെങ്കിലും, ഇപ്പോൾ ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കറങ്ങിത്തിരിഞ്ഞ് കഷ്ടകാലത്തിന് എൻ്റെ തലയിൽ എപ്പോഴെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത വന്നു പോയാൽ ഇത് നീ ഒരു പ്രാവശ്യത്തേക്കൊക്കെ ഒന്ന് പണയം വയ്ക്കാൻ പിന്നെ തരും. പിന്നെ എന്നിട്ട് എൻ്റെ കഴുത്തങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. എന്നിട്ട് എടുത്തുണ്ടോക്കോ. എങ്ങനെ? എൻ്റെ കഴുത്തങ്ങ് മുറിച്ചിട്ട് എടുത്തുണ്ടോക്കോളെ. നിങ്ങളുടെ പൂതി നടക്കില്ല. അങ്ങനെ ആയിരിക്കണം പെണ്ണ്. ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അല്ല, നിന്റെ മനസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോന്ന് അറിയണമല്ലോ എനിക്ക്. തൽക്കാലം വരരുത് തങ്കം, അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് ഞാൻ ഇപ്പൊ ഊരി വെക്കും. എന്നിട്ട് നാളെ കുളിച്ച് അമ്പലത്തിൽ പോണ്ട്. അന്നേരം ഇതങ്ങോട്ട് എടുത്തങ്ങിട്ടിട്ട് ഒരു പോക്കങ്ങ്
അടിപൊളി. ആളെ ഇനി അയൽക്കൂട്ടത്തിൽ പോയി കാണിക്കണ്ട അവരെ. അയൽക്കൂട്ടത്തിൽ പോകും, പലചരക്കടയിൽ പോകും. അവിടെ എടുത്ത് തന്നെ ചേച്ചി ഉണ്ടല്ലോ, ആ സൂസി ചേച്ചി, അവർക്ക് ഇച്ചിരി കണ്ണുകടിയുണ്ട്, അത് ഞാൻ മാറ്റും. എല്ലാരെ കണ്ണുകടി നീ മാറ്റിയിട്ട് നാളെ വന്നാൽ മതി. തക്കളി കൊണ്ട് വൈകുന്നേരം വരണം കേട്ടോ. ഇത് വിട്ടോണ്ട് ഇനി ഈ കാണിച്ച് വഴിതെറ്റി ഒന്ന് പോകരുത്. ഇതിപ്പോ എവിടെ എടുത്ത് വെക്കുന്ന ഈ മാല? കള്ളന്മാരെ പറഞ്ഞാലേ ഒന്ന് മാറിക്ക് ക്ലീറ്റോ. ചായ എടുക്ക. ചായ ആദ്യം മാലയുടെ കാര്യം ശരിയാക്കട്ടെ. ഇത് അലമാരിൽ വെച്ചിട്ട് ഞാൻ ചായ എടുത്തരാട്ടാ. അമ്മേ ഇന്നലെ ഉറക്കമുണ്ടാവില്ല. അമ്മ ഞാനിങ്ങോട്ടെ. അല്ല എടാ, ജമന്തി വിളിച്ചായിരുന്ന ഇങ്ങോട്ട്? ഓ, അവൾ എന്ന് വരും? അവള് 2 ദിവസം കഴിയും. അച്ഛൻ എങ്ങനെയുണ്ട്? ഓ, അച്ഛൻ്റെ കാര്യമൊക്കെ എന്താ പഴയ പോലെ തന്നെയാണ്. ഛോ, ഇനിയിപ്പോൾ അത് മാറണമെന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് പറയാം. എടാ, ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് വല്ലാത്ത അവശതയായി തുടങ്ങി. അവളില്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പുറത്തുനിന്ന് എവിടെ തന്നെ കഴിക്കാമ്മ. അല്ല, നീ പുറത്തുനിന്ന് കഴിക്കും, ഞാനെന്ത് ചെയ്യും? അമ്മ തങ്കത്തിനടുത്ത് പോയി കഴിക്കുന്നു. അല്ല, അവളിന്ന് നീ അവിടെ ഉണ്ടാക്കിയാലെന്ന് എങ്ങനെ അറിയാം? കാലത്തെ അമ്പലമൊന്നും അയൽക്കൂട്ടമൊന്നും ഒക്കെ പറഞ്ഞാൽ പോയിരിക്കുന്നത്. ഇനി വന്നിട്ട് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് കയറി വരുന്നെങ്കിൽ അമ്മാ വിശക്കുന്നതെന്ന് പറഞ്ഞ് വരുന്നോന്ന് ഇനി ദൈവത്തിനറിയാം. അല്ലല്ലോ, അവളവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, കൊച്ചക്കൊള്ളതല്ലേ. അവിടുന്ന് കഴിച്ചെന്താണ്? അവിടെ പോയിട്ട് കഴിക്കേ. എത്രയെന്ന് പറഞ്ഞ് അങ്ങ് പോയി കഴിക്കുന്നത്? ഇവിടെ അവരൊരു കുടിയായിട്ട് അവിടെ കഴിയുന്നത്. ഇവിടെ വൈച്ചും വിളമ്പിയൊക്കെ നിൽക്കണ്ടേ? അതിന് അവൾ വന്നാലേ ഒക്കത്തുള്ളൂ. എൻ്റെ അമ്മ ആരാണ് അവളുടെ? അമ്മയൊക്കെ തന്നെ. എന്താണ് പ്രശ്നം? അത് എന്നൊന്നും എനിക്കതത്ര ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. ഇപ്പം നീ പോയിട്ട് വാ. പൊതിയൊന്നും വാങ്ങിച്ചോണ്ട് വരല്ലേ? എനിക്ക് പൊതിയൊന്നും ഇങ്ങോട്ട് വാങ്ങിക്കുകയും വേണ്ട, ആരെങ്കിലും കൊടുത്തയക്കുകയൊന്നും വേണ്ട. ഞാൻ നോക്കട്ടെ. അവിടുന്ന് കഴിച്ചാൽ മതി, അത് നല്ലത്. ഞാൻ കണ്ണിന് ഒരു വല്ലാത്ത ഒരു കുഴപ്പമില്ല. ഇനി വെറുതെ ഇല്ലാത്ത അസുഖങ്ങൾ മുഴുവനെ പറഞ്ഞു തുടങ്ങാൻ. എന്താ കണ്ണിന് കുഴപ്പം? ഒരു കണ്ണട പോലും വേണ്ട, സുഖമായിട്ട് പത്രം പോലും വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കണ്ണിന് കുഴപ്പം. ശരിട്ടാ. എന്താടി എന്താ കാണാനില്ലേ? എവിടെ പോയി? മുതല് സൂക്ഷിക്കാൻ പഠിക്കണം. അപ്പൊ നീ എവിടേക്കാ പോയത്? അമ്പലത്തിൽ പോയിട്ട് എങ്ങനെ പോയത്? അപ്പൊ അങ്ങോട്ട് പോകുമ്പോണ്ടാ? അമ്പലത്തില് പോയിട്ട് ഞാൻ പൈസ അടയ്ക്കാൻ പോയി കുടുംബശ്രീയുടെ. അപ്പൊ തിരിച്ചു വരാൻ വേണ്ടി ബസ്സിൽ കയറി. ബസ്സിൽ തിരക്കായിരുന്നാ? ചെയ്യുമെന്ന് പറഞ്ഞ് എവിടെ പോയി തിരക്കും? ബസ്സിൽ കയറിയപ്പോ എന്റെ കഴുത്തിലുണ്ടായിരുന്ന ഞാൻ എന്ത് ചെയ്യോ? ദൈവമേ, ആ 10-40,000 രൂപ വരുന്ന മുതലല്ലേ? അത് വല്ല ബാങ്കിലിട്ടിരുന്നെങ്കിൽ ആ കൊച്ചിന്റെ പേരില്. അതെ, ഈ സാധനം വായിക്കാൻ മാത്രം ഉത്സാഹം കാണിച്ചാ പോരാ, അത് സൂക്ഷിക്കാനൂടി അറിയണം കേട്ടാ. കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. നീ അല്ലെങ്കിൽ എന്തിനാ 2 ഇട്ടോണ്ട് പോയത്? നിന്റെ കഴുത്തിലൊരുണ്ടല്ലോ. ആർഭാടം. നിനക്ക് 2 ചെയിനിട്ട് പോണ്ട കാര്യം ഇപ്പം. അത് ഈ അമ്പലത്തിലേക്ക് പോകുമ്പോ കല്യാണം ഒന്നുമല്ലോ അമ്പലത്തില്, ആണോ? എവിടെ വെച്ചാണ് പോയെന്നറിയാമോ? ആ, നീ നേർച്ച കൂടെ നേര്. നേർച്ച നേരാനാണ്. നേർച്ച സാധനം കിട്ടൂ. ഞാൻ അമ്മ നേർന്നു കഴിഞ്ഞാൽ അതിന് പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. അതിനെ സൂക്ഷിക്കാനാണ്. ഇനി എവിടെ പോയി തിരക്കാനടി? അത് ആൺകുട്ടികൾ കിട്ടിയിട്ടുണ്ടാവും, അവർ കൊണ്ടുപോയിട്ടുണ്ടാവും. എന്തോ തങ്കം, നീ എന്തോ എന്താ കാര്യം പറ, എന്താ സംഭവിച്ചു? മാല കളഞ്ഞു വന്നിരിക്കുകയാണെന്ന്. അവളെ ചെയിനില്ല, അത് കളഞ്ഞു. കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എങ്ങനെ പോയി? അറിഞ്ഞൂടാ? നിന്റെ കഴുത്ത് കിടന്ന സാധനം നിനക്ക് പോയാ അങ്ങനെ അറിയില്ലേടി? എവിടെ വെച്ച് പോയിന്നു? ബസ്സിലെവിടെ പോയി? വല്ലതും പറഞ്ഞാ കൂടിപ്പോവും. ഇങ്ങനെ തന്നെ പറഞ്ഞോട്, ഇങ്ങനെ തന്നെ പറഞ്ഞു. ഇന്നലെ മര്യാദക്ക് ഞാൻ പറഞ്ഞു ആ പൈസ കുറച്ച് കട ഉണ്ടായി, അത് തീർക്കാന്ന്. ആ അങ്ങ് തീർന്നു പോയനാ. അപ്പൊ എന്റെ പൈസ, എന്റെ മാല പോയല്ല. അല്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്ന ഇതോടെ ആൾക്കാരെ കാണിപ്പു.
ക്ലീറ്റോന്റെ മന്ത്രിയോടൊന്ന് നോക്കി തരാൻ പറ ക്ലീറ്റ. ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം. ഓ പോത്തേ, മന്ത്രിമാരൊക്കെ കള്ളന്മാരോടല്ലേ സഹവസിക്കണത്. വിളിച്ച് പറഞ്ഞ ഉടനെ അങ്ങ് എടി പോലീസ് സ്റ്റേഷനിൽ പരാതി വല്ലതും കൊടുത്താ? ഓ എടി പോയ സമയത്ത് ആ കണ്ടക്ടറെടുത്തും ഡ്രൈവറെടുത്തും പറയണ്ടേ ബസ് നേരെ പോലീസ് സ്റ്റേഷനിൽ വിടണമെന്ന്? ഓ പേടിച്ചു. നിനക്ക് അങ്ങനെയെങ്കിലും പേടിയുണ്ടായല്ല. ഇവിടെ കിടന്ന് എൻ്റെ അടുത്ത് ചാടാനും നാക്ക് കാണിക്കാനും മാത്രമേ കൊള്ളാവൂ. ബുദ്ധിയില്ലാത്ത കഴുത. മാല വേണമെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ അവിടെ എന്തെങ്കിലും പറിച്ചെടുക്കുന്ന സാധനമല്ല മാല. മാല വേണം. പറഞ്ഞാ കേക്കൂല അമ്മ. ആൻസറിനെന്ന് പറയണ തീരെയില്ല. അപ്പൊ എൻ്റെ കയ്യിൽ നിന്നിട്ട് പോയെങ്കിൽ കർത്താവ് എന്നെ ഇവിടെ വെച്ചേക്കൂലായിരുന്നല്ലോ നീ. ആ മതി കരച്ചിൽ തീർത്താ. കണ്ണൊക്കെ അങ്ങോട്ട് തുടക്കി. ഇപ്പൊ അടുത്ത ആഴ്ച എനിക്ക് ഇച്ചിരി പൈസ വരാണ്ട്. അന്നേരം ഒരെണ്ണം വാങ്ങിച്ചു തരാം. അത് പറഞ്ഞിട്ട് 1.5 പൗണ്ട് ഇതുപോലെ തന്നെ വാങ്ങിച്ചു തരാൻ പറ്റില്ല. ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞെന്നിരിക്കും. നോക്കാം. കരച്ചിൽ തീർത്തേ. കണ്ണൊക്കെ അങ്ങോട്ട് തുടക്കി. കരഞ്ഞ് വിളിച്ച് ഓ എന്തൊക്കെയായിരുന്നു ഇവിടെ. ഭർത്താവ് പറയണ അനുസരിക്കാത്ത. കരയണ്ട, വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലേ, സമാധാനപ്പെട്. അവനാ വാ 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 ഇങ്ങോട്ട്. ഇവിടെ അങ്ങോട്ട്. എൻ്റെ കർത്താവേ, വലിയമാര് കൈ എറിയാലും ഒരു പ്രശ്നമില്ല. നമ്മളപ്പോൾ ഉള്ള ഒരു 1 രൂപ അടുത്തുനിന്ന് വെട്ടിപ്പിടിച്ച് അത് ഉടനെ പ്രശ്നമാണ്. MLA ആയിട്ടാണ് എനിക്ക് ഒത്തിരി വെട്ടിപ്പിടിക്കാനൊക്കെ കൈ കയറാനും. മാറ്റിക്കേ, ഞങ്ങൾ പോട്ടെ. ചായ എടുക്ക്. ചായ ഒന്നുമില്ല. തള്ളി ഇടുവോ നീ എന്നെ? ചായ എടുക്ക്. ചായ ഇല്ല. എന്നാ പിന്നെ ചോറെടുക്ക്. ചോറും ഇല്ല. ചോറും ഇല്ലേ? എന്ത് പറ്റി? ആണുങ്ങൾ പറഞ്ഞ വാക്കിന് വില ഉണ്ടാവണം. ആരിപ്പോ നിന്നെ എന്തോ പറഞ്ഞു? ആരെന്താ പറഞ്ഞെന്ന് പറ. ആണുങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങളാണല്ലേ. ആ എന്നെ ഞാനാണ്. അല്ല ഞാൻ വെച്ചിട്ട് വേറെ ആരും എന്താ പറഞ്ഞ? ഞാനെന്താ പറഞ്ഞാണ് നിന്നെ? നിങ്ങൾ 2 ആഴ്ച കഴിയുമ്പോൾ എന്താണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ. 2 ആഴ്ച കഴിഞ്ഞ് എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞു? എന്റെ മാല പോലത്തെ വേറെ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ? മാല ഞാൻ പറഞ്ഞല്ലേ. ഞാൻ അന്ന് നിന്റെ കരച്ചിലും ബഹളവും കേട്ടിട്ട് എനിക്ക് നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലേ. അല്ലേ വീട്ടിൽ എനിക്ക് ദേഷ്യം വന്നിരിക്കും കേട്ടോ ക്ലീറ്റോ. നിനക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ഓണം വന്ന പോലെയാ. ഓ എടി നിനക്ക് ദേഷ്യമൊന്നും കൊള്ളില്ല സത്യം. പറ്റാത്ത വാക്ക് എന്തിനാന്നേ പറയണത്? എന്റെ മാല പോയി, ഞാനത് അങ്ങോട്ട് കരഞ്ഞു നിർത്താനല്ലോ. ഇപ്പൊ ഞാനത് ആശിച്ചില്ലേ? എടി നിന്നോട് ഞാൻ അന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, ആ മാല ഇങ്ങട് ആ പൈസ ഇങ്ങട്, മാല വാങ്ങണ്ട, നമുക്ക് ആ സുരേന്ദ്രൻ മുതലാളിയുടെ കടം തീർക്കാന്ന്. അപ്പം കേട്ടില്ല. എന്നാൽ മാല വാങ്ങിയിട്ടെങ്കിൽ അത് എൻ്റെ താ ഞാൻ പണയം വെച്ച് 2 ദിവസം ഇട്ടിട്ട് എൻ്റെ ആഗ്രഹം തീർന്നിട്ട് പണയം വെച്ചിട്ട് സുരേന്ദ്രൻ മുതലാളിയുടെ കടം തീർക്കാന്ന്. ഇപ്പം കടം തീർന്നതും ഇല്ല, മാല പോവുകയും ചെയ്ത് എനിക്കിപ്പോഴും പുറത്തിറങ്ങി സമാധാനമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കറിയാം, നിങ്ങൾ കൊതിയിട്ട് എന്നെ മാല പോയതാ. നിങ്ങൾക്ക് പൈസ തരാത്തോണ്ട്. അത് തിന്നണ സാധനമല്ലേ, അത് കൊതിയിടാൻ. ഓടി അവിടുന്ന്. നിന്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ മതി. ഇത്ര അഹങ്കാരം പെണ്ണുങ്ങൾക്ക് പാടില്ല. മാല കിട്ടിട്ട് എന്തോ ആയിരുന്നു, അവിടെ കൊണ്ട് അവളെ കാണിക്കണം ഇവളെ കാണിക്കണം. ഇത് നിന്റെ അഹങ്കാരം കൊണ്ട് പോയത് തന്നെയാണ്. പിന്നെ കണിക്കണ്ട കള്ളന്മാര് വലിച്ചു പൊട്ടിച്ചോണ്ട് പോണത് നിന്റെ അഹങ്കാരം കൊണ്ട്. കൊണ്ടുപോടി പറഞ്ഞിട്ടില്ലേ. അത് മര്യാദയ്ക്ക് ഏതെങ്കിലും ബാങ്കിൽ സേഫായിട്ട് ഞാൻ വെച്ചിരുന്നേനെ. എന്നിട്ട് വല്ലപ്പോഴും ഒക്കെ എടുത്തുനിന്ന് കാണുക, വീണ്ടും തിരിച്ച് അതുപോലെ വെച്ചാൽ ഒരു പ്രശ്നമില്ലേ. അങ്ങനെ വേണമായിരുന്നു. ഇത് നിന്റെ ആക്രാന്തവും അഹങ്കാരവും കൊണ്ട്. ആക്രാന്താണെങ്കിൽ ഞാൻ സഹിച്ചു. ഞാൻ കുറെ നാള് മിഷൻ ചവിട്ടി ഉണ്ടാക്കിയതല്ലേ. എന്റെ മാല പോയി. ഓ അങ്ങനെ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നില്ല്. പിന്നെ നിനക്ക് സമാധാനിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ മാല പോയിൻ്റെ അടുത്ത 2-3 ദിവസങ്ങളിലായിട്ടേ കുറേ പെണ്ണുങ്ങളുടെ മാല പോയിടി. അവരുടെയൊക്കെ കള്ളന്മാരും പൊട്ടിച്ചുകൊണ്ട് പോയി. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ടീം എല്ലാവരും കൂടെ ചേർന്ന് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി, മാല പോയ ചേച്ചിമാർ. അവിടെ നിൽക്ക്. അയ്യോ ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്തോ കാര്യം? കരഞ്ഞതുകൊണ്ട് മാല തിരിച്ചു വരുമോ? ഇല്ലല്ലോ, അതൊന്നും വരില്ല. ആണുങ്ങൾ പറഞ്ഞാൽ കേൾക്കണം. ഭർത്താക്കന്മാർ പറഞ്ഞാൽ അത് അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും കേട്ടാ. അയ്യോ എന്റെ മാല ഇത് ഞാൻ വേറെ മേടിച്ച് കാശ് കൊടുത്ത്. ഭർത്താവിനൊരു വിലയില്ലല്ലോ. എന്നും കടക്കാരൻ എന്നും കടം മാറ്റോട്ട് പോകണം. 50 രൂപയ്ക്ക് കണക്ക പറഞ്ഞവളെ മാല കിട്ടിയിട്ടുണ്ട്. വേണ്ട, ഇനിയെങ്കിലും ഭർത്താവിനെ ഒന്ന് അംഗീകരിക്കടി. വീണ്ടും കാണിക്കാൻ കൊണ്ടുപോകും.
അമ്മേ എന്തോ നീ പെണ്ണിന് ഇത് തന്നെ ഏ? സന്തോഷത്തിലാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത് എന്തടി? ഏ? ഏത്? അയ്യോ മാല കിട്ടി. കിട്ടിയാ കിട്ടിയെന്ന് പറഞ്ഞാ അങ്ങനെ കിട്ടിയതല്ല. പിന്നെ? ക്ലീറ്റ മേടിച്ചെന്നിടാ മാല വേറെ. വേറെയാണത് ഇത് പഴയതന്നല്ലേ? അല്ലല്ല നല്ല തിളക്കമുണ്ടല്ലോടാ. ഇതമ്മ ഇത് മറ്റാ 1 ഗ്രാം തങ്കത്ത് പോഞ്ഞ സ്വർണ്ണമില്ലേ? ഇത് ഞങ്ങൾ പൈസ കൊടുത്താൽ സ്വർണം കിട്ടൂലേ? 1 ഗ്രാം തങ്കത്തി അവനെ സഹിക്കണ്ട അവന്. സ്വർണ്ണം അത് പിന്നല്ലാതെ വെള്ളി പിച്ചള. വേണ്ട സൂക്ഷിച്ചു വയ്ക്കാൻ പഠിക്കണം ആദ്യം. ഇനി ഇതും കൂടെ കൊണ്ട് കളഞ്ഞിട്ട് മോങ്ങിക്കൊണ്ട് നടക്കണം. ഇനി ഇതും കൊണ്ട് കളഞ്ഞിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ഞാൻ വീട്ടിൽ കയറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം തങ്ക. ഇത് കണ്ട നീ മറ്റേ മെഷീൻ ചവിട്ടിയതല്ല. ഇത് ഞാൻ നടന്ന് ഓടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ വാങ്ങിച്ചതാ. പാവം അമ്മ സാധനം എങ്ങനെയുണ്ട്? നന്നായിരിക്കും. ഒരു ഇച്ചിരി തൂക്കം കൂടുതലുണ്ടെന്ന് തോന്നലടേ. ഉണ്ടെന്ന് തോന്നണല്ല. ഉണ്ട് 1.25 മേളിലുണ്ട്. ഞാനേ ഇനി പൈസ വരാണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോ ഉണ്ടല്ലോ ഒരു വര വന്ന് വന്നു. എന്നെ നോക്കിലങ്ങ് വാങ്ങിച്ചു. നന്നായിരിക്കട്ടെ. ക്ലീറ്റ സോറി ഞാൻ വഴക്ക് ഇതൊന്ന് സൂക്ഷിച്ചാ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ. അതാ ദാണ്ടാ ഇനിയെങ്കിലും മാല ഇട്ടുകൊണ്ട് പോകുമ്പോ ഒരു ശ്രദ്ധ വേണം. സൂക്ഷിക്കാൻ പഠിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കുക. അത്രേ ഉള്ളൂ. എണീക്കണില്ലേ? ഇങ്ങോട്ട് വന്ന അമ്മ കിട്ടണോ? എനിക്ക് ഇട്ട് നോക്കണ്ട. നീ ഇട്ടാ മതി. നീ ഒരുമാതിരി മറ്റേ പരിപാടി എന്റെ അടുത്ത് കാണിക്കും. എനിക്ക് ഇന്ന് പൈസ കിട്ടിയേ പറ്റും. എന്ത് പരിപാടിയാണ് കാണിച്ചത്? എന്തോന്ന് പതുക്കെ നീ കാശെടുത്ത ചുമ്മാ നീ ഞാനൊക്കെ അറിയത്തില്ല. എനിക്ക് ആശുപത്രി പോകാനുള്ള പൈസയാണ്. എനിക്ക് ഇന്ന് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. പുതിയ ഷർട്ട്. പുതിയ ഷർട്ടൊക്കെ പുതിയതാണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നിനക്ക് നന്നായിട്ട്. നീ എന്നെ പൊക്കിയൊന്നും വേണ്ട. എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസയാണ്. ഭാര്യയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസയാണ്. എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. സംഭവം വേറൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ ചെറിയ പൈസ മറിയണ്ടായിരുന്നു. അടുത്ത ആഴ്ച കൃത്യമായിട്ട് ഞാൻ തരാം. അടുത്ത ആഴ്ച തന്നാൽ ഞാൻ നാളെ എങ്ങനെ ആശുപത്രി പോകും? നീ എന്തോ നീ പറയുന്നത്? ഒരാഴ്ചയുടെ കാര്യം. എന്താ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി പെട്ടെന്ന് പോകും. തിങ്കൾ ചൊവ്വ എല്ലാ ആഴ്ചയിലും ഉണ്ട് ഈ ദിവസങ്ങളൊക്കെ. നീ അതെന്റെ അടുത്ത് പറയണ്ട. അടുത്ത ആഴ്ച എടുക്കാം. അടുത്ത ആഴ്ച തന്ന ഞാൻ നാളെ എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും? നീ എന്തോന്ന് പറയുന്നത്? നീ വിചാരിച്ചാൽ മറിക്കാൻ പറ്റാത്ത ഞാൻ എവിടെ പോയി മറിക്കാനാ നാളത്തെ രാവിലത്തെ കാര്യത്തിന് വേണ്ടിട്ട്? എന്താ അൻസാറേ നീ പോ. ഞാൻ അടുത്ത ആഴ്ച തരാടാ. അൻസാറേ എന്താ വിഷയം? കനക പിന്നെ ഒരു സംഭവം പറഞ്ഞോ. ഇവനെ സുഗതൻ സാർ ഒരു 5000 രൂപ ഇവനെ ഏൽപ്പിച്ച് എനിക്ക് തരാൻ. എനിക്ക് നാളെ വൈഫിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ. ഇവ ആ പൈസ എടുത്ത് മറിച്ചവൻ. ഇങ്ങനെ നുണ പറയണ കൊള്ള. എന്താന്നറിയാമോ? ഇവ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിന്റെ അളിയന്റെ മുമ്പ് ഒന്ന് ബെറ്റ് വെച്ച് നാറ്റിക്കൂന്ന് പറഞ്ഞു. ഇങ്ങനെ വെറുതെ പറയുന്നതാണ്. നീ ആ പൈസ കനകന്റെ വാങ്ങിച്ചോ? എന്ത് കനകന്റെ വാങ്ങിച്ചു? നമ്മൾ തമ്മിലുള്ള ഇടപാട് ചുമ്മാ അളിയനെ ഇതൊന്നുമില്ല. ചെറിയൊരു നമ്പർ അത്രേ ഉള്ളൂ. അളിയൻ പൊയ്ക്കോ. എനിക്ക് വളരെ അത്യാവശ്യമാണ് പൈസ. അളിയ നീ പൊയ്ക്കോ. കനക ഇവ എന്റെ വാങ്ങിച്ച പൈസ ഒന്നീ കനകം തരണം. ഓ പിന്നെ നീ എന്നോട് ചോദിച്ചിട്ടാണല്ലോ അവന് പൈസ കൊടുത്തത്. നിങ്ങൾ തമ്മിൽ കൂട്ടുകാര്. നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ. അത്രേ ഉള്ളൂ. ഇത് ഇത്രേ ഉള്ളൂ. നീ ചെല്ല് അളിയൻ ചെല്ല്. അത് പറ്റത്തില്ല. എനിക്ക് പൈസ ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസയാണ്. അളിയ നീ ഇങ്ങനെ സീരിയസ് ആയിട്ടാ? സീരിയസ്. പോടെ ചുമ്മാ തമാശ കളിക്കില്ല. അളിയ വെറുതെ അളിയ അതുമില്ല. അല്ലല്ല എനിക്ക് പൈസ ഇല്ലാതെ പോവില്ല. എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. ഇനി കനക ഏറ്റാ ഞാൻ പോവാം. ഞാൻ ഏറ്റാല. എനിക്ക് വേറെ പണിയില്ല. നീ പോടെ അളിയ. അളിയ ഞാൻ തങ്കത്തിന് നിന്ന് പുതിയ മാല വാങ്ങിച്ചല്ലോ. അപ്പോൾ അത് വാങ്ങിച്ച സമയത്ത് ഒരു 5000 രൂപയുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ അവനെ വിളിച്ചപ്പോൾ സാർ പെട്ടെന്ന് കൊണ്ടുവന്ന് സഹായിച്ചു. അതാ സംഭവം. അതിന് ഈ 5000 രൂപയ്ക്ക് പുതിയ മാല കിട്ടൂലല്ലോ. ബാക്കി 10-35,000 രൂപ നീ ഇവിടെ നിന്നുണ്ടാക്കി. ഇനി അതിന്റെ ആളുകൾ വേറെ തെരഞ്ഞു വരും. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പൈസക്കല്ലേ പുതിയ മാല വാങ്ങിച്ചത്. അല്ല നിങ്ങൾ എന്ത് 30,000 40,000 ഒക്കെ പറയുന്നത്? ഏത് പുതിയ മാല? അല്ല നമ്മളെ അൻസാറേ മാലയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം ഒരു മാല, പുതിയ മാല. ഓ ഇന്ന് വാങ്ങിച്ചില്ലേ മാല? ആ മാല ഇവൻ പണയം വെച്ച മാലയല്ലേ 3 ആഴ്ച മുന്നേ? 3 ആഴ്ച മുന്നേ ക്ലീറ്റസ് പണയം വെച്ച മാലയല്ലേ അത്? 3 ആഴ്ച മുമ്പ് ഏത് മാല? അളിയാ ഇവന് മെമ്മറി ഔട്ടായി. 3 വർഷം മുമ്പ് പണയം വെച്ചതിന്റെയാണ് ഇവൻ പറയണേ. ക്ലീറ്റസ് നീ ചുമ്മാണ്ടിരി. അതെ 3 ആഴ്ച മുന്നേ തങ്കത്തിന് എന്തോ ചിട്ടി കിട്ടിയിട്ട് ഒരു മാല മേടിച്ചില്ലേ? ആ മാല ഇവൻ കൊണ്ടുപോയി പണയം വെച്ച്. ഇല്ലാന്ന്, അത് കളവ് പോയി. അതെ തങ്കത്തിനടുത്ത് കളവ് പോയല്ലോ. ആ മാലയല്ലേ? നീ 2 മാല മേടിച്ച? 2 മാല എന്ന് പറഞ്ഞാ അളിയാ ഒരു മാല കളവ് പോയോണ്ടാണല്ലോ ഞാൻ പുതിയ മാല മേടിച്ചു. അപ്പൊ 2 മാല ആയില്ലേ? അതാണ് സംഭവം. ഇവന്റെ കൺഫ്യൂഷൻ. നീ കിണിക്കല് നിർത്ത്. എന്താ ഇതിന്റെ സത്യാവസ്ഥ? നീ സത്യം പറയണ എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പൈസയുടെ കാര്യം കേൾക്കാം. അതല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. അളിയാ ഞാൻ സത്യം പറയാം. എനിക്ക് പറ. പക്ഷെ തങ്കം അറിയരുത്. എന്നെ നാറ്റിക്കരുത് അളിയാ.
തങ്കത്തിന് ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ടെടുത്ത ആ പുതിയ മാലയുണ്ടല്ലോ, അത് തങ്കം ഒന്ന് ചിട്ടി കെട്ടി വാങ്ങിച്ച ആ മാല തന്നെയാണ് ഈ മാല. എന്ത്? തങ്കം ചിട്ടി കെട്ടി വാങ്ങിച്ചില്ലേ ആ മാല തന്നെയാണ് ഞാൻ ഇന്ന് തങ്കത്തിന് കൊണ്ട് കൊടുത്തത്. രണ്ടും ഒരു മാല തന്നെയാണ് ഞാൻ. നീ തെളിച്ച് പറ എൻ്റെ ക്ലീറ്റസ്, തെളിച്ച് പറ. മാല വാങ്ങിച്ചതിൻ്റെ അന്ന് രാത്രി തങ്കം അത് കഴുത്തി ഇട്ടിട്ട് ഊരി വെച്ചിട്ട് പറഞ്ഞു നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. ഞാനപ്പോൾ അതുപോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാല വാങ്ങിച്ച് അതിനകത്ത് വെച്ചിട്ട് ഒറിജിനൽ ഞാൻ കൊണ്ട് പണയം വെച്ച്. എൻ്റെ ക്ലീറ്റസ്, നിനക്ക് എന്താടാ വേണ്ടത്? എടാ, രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടല്ലടാ അവൾ ആ ഒരു സാധനം ഉണ്ടാക്കിയത്. എന്നിട്ട് ഒരു ദിവസം പോലും അതിൻ്റെ കഴുത്തിലിടാൻ സമ്മതിക്കാതെ നീ അതിന് പകരം മുക്കുവണ്ടം കൊണ്ടുവന്ന് കൊടുത്തില്ലേ? ഇല്ലേ? അളിയാ, അതിപ്പം അന്ന് അങ്ങനെ മുക്കുവണ്ടം കൊണ്ട് കൊടുത്തോണ്ട് യഥാർത്ഥ സ്വർണ്ണം സേഫായിട്ട് കയ്യിൽ കിട്ടിയല്ലോ. എന്തായാലും നീ ചെയ്തത് ചെറ്റത്തരാണ്, തെണ്ടിത്തരാണ്, അതിലൊരു തർക്കമില്ല. എന്തായാലും അത് നന്നായി ഭവിച്ചത് ഭാഗ്യം. അപ്പൊ എന്റെ 5000 രൂപ അത് നിന്റെ 5000 രൂപ ഇവൻ തരും. ആര് ക്ലീറ്റസാ? അളിയ അത് പോയി. Alien versus Alien.